2012 മുമ്പ് അഭിനയിക്കാൻ പോലും അറിയത്തില്ല എന്ന് ഹേറ്റേഴ്സ് പറയണ ഈ വിജയ് എങ്ങനെയാണ് ഈ സിനിമ ഫീൽഡിൽ പിടിച്ചു നിന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പോക്കറ്റായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വന്ന തളപതി വിജയ് തൻ്റെ അച്ഛൻ ഡയറക്റ്റ് ചെയ്ത നല്ലയ തീർപ്പ് എന്ന് പറയുന്ന സിനിമയിലാണ് വിജയ് ആദ്യമായി അഭിനയിക്കുന്നത്. നല്ലയ തീർപ്പ് എന്ന് പറയുന്ന പടം വലിയൊരു പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ സംഭവിച്ചത്. തൻ്റെ മകനെ ഈ ഫീൽഡിൽ എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് എസ് എ ചന്ദ്രശേഖരൻ എന്തോ വാശിയുള്ളതുപോലായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ. തൻ്റെ രണ്ടാമത്തെ ചിത്രമായ സിന്ദൂരപാണ്ടിയിൽ വിജയകാന്തിൻ്റെ കൂടെ അഭിനയിപ്പിക്കുകയും ചെയ്തു. സിന്ദൂരപാണ്ടി എന്ന പരാജയ ചിത്രത്തിന് ശേഷം എസ് എ ചന്ദ്രശേഖർ വീണ്ടും തൻ്റെ മകനെ വെച്ചിട്ട് ദേവ, രസികൻ എന്നീ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. അതും ബോക്സ് ഓഫീസ് വലിയൊരു പരാജയമായി മാറി. അങ്ങനെ തൻ്റെ മകനെ വെച്ച് ചെയ്ത ആദ്യത്തെ 4 പടങ്ങളും വലിയൊരു ഫ്ലോപ്പായി. 5ാമത്തെ പടത്തിൽ വിജയ് മെയിൻ ലീഡിൽ വെച്ചിട്ട് പുതിയ ഡയറക്ടറാണ് വന്നിരുന്നത്. ജാനകി സ്വന്തം എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പേര്. സിനിമയുടെ പേര് രാജാവും പാർവനിലയും എന്ന് പറയുന്ന പടത്തിലേക്കായിരുന്നു വിജയെ കാസ്റ്റ് ചെയ്തത്. ആ ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതോടെ വിജയ് അഭിനയിച്ച ആദ്യത്തെ 5 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയത്തിലേക്ക് പോയി. ഫീൽഡ് ഔട്ടിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും എസ് എ ചന്ദ്രശേഖർ തൻ്റെ മകനെ വെച്ചിട്ട് വിഷ്ണു എന്ന് പറയുന്ന പടം ചെയ്തു. 6ാമത്തെ ചിത്രവും പരാജയമായി മാറി. കണ്ടിന്യൂസ് ആയിട്ട് വിജയ് പരാജയ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ 9ാമത്തെ ചിത്രം പൂവേ ഉണക്കാകെ വലിയൊരു ഹിറ്റാവുന്നത്. വൺ സൈഡ് ലവ് പ്രമേയമാക്കി വന്ന പൂവേ ഉണക്കാകെ ഏകദേശം 300ഓളം ദിവസം തിയേറ്ററിൽ റൺ ചെയ്തു. അങ്ങനെ ഫീൽഡിൽ വന്ന് 4ാമത്തെ വർഷം തൻ്റെ 9ാമത്തെ ചിത്രം പൂവേ ഉണക്കാകയിലൂടെയാണ് വിജയ് വലിയൊരു ഹിറ്റ് കാണുന്നത്. പൂവേ ഉണക്കാകെ എന്ന ചിത്രത്തിലൂടെ വിജയ് കംബാക്ക് നടത്തി. പക്ഷേ തൊട്ടടുത്ത ചിത്രം MR ഡയറക്റ്റ് ചെയ്ത വസന്തവാസലിലൂടെ വിജയ് വീണ്ടും ഫ്ലോപ്പിലേക്ക് തിരിച്ചു മടങ്ങി. അപ്പോൾ MR സംവിധാനം ചെയ്ത വസന്തവാസൽ എന്ന ഫ്ലോപ്പ് ചിത്രത്തിന് ശേഷം വീണ്ടും തൻ്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ മൻബുക്ക് മാനവൻ എന്ന് പറയുന്ന പടത്തിലൂടെ വീണ്ടും വിജയ് സ്റ്റാർ കാസ്റ്റ് ചെയ്തു. ആ സിനിമയും വലിയൊരു പരാജയമായി മാറി. ഈ 2-3 ചിത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിലും പിന്നെ ലവ് ടുഡേ എന്ന് പറയുന്ന മൂവിയിലൂടെ വിജയ് ഒരു വലിയൊരു കംബാക്ക് അടിച്ചു. സൂപ്പർ ഹിറ്റായ ലവ് ടുഡേക്ക് ശേഷം വീണ്ടും എസ് എ ചന്ദ്രശേഖരൻ്റെ കൂടെ വൺസ് മോർ എന്ന പടം കമ്മിറ്റ് ചെയ്തു. ആ പടവും ഹിറ്റായി. വിജയ് തൻ്റെ അച്ഛനുമായിട്ടുള്ള ആദ്യത്തെ ഹിറ്റ് ചിത്രമാണ് വൺസ് മോർ. 97-98 വർഷമായിരുന്നു വിജയുടെ ഗോൾഡൻ റ. ആ വർഷങ്ങളിൽ ചെയ്ത ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയ് ഹിറ്റാക്കിയിരുന്നു. കാതലുക്ക് മര്യാദ, നേർക്കുനേർ, പ്രിയാമുടൻ, പ്രിയമാനവളെ, അങ്ങനെ ഒത്തിരി പടങ്ങൾ വിജയ് ഹിറ്റാക്കിയിരുന്നു. 99 തുടക്കത്തിൽ വിജയ് തുള്ളാതെ മനവും തുള്ളും എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. ചിത്രം വലിയൊരു ഹിറ്റായി. വിജയുടെ ഏറ്റവും കൂടുതൽ റൺ ചെയ്ത സിനിമയായി തുള്ളാതെ മനവും തുള്ളും മാറി. തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിന് ശേഷം മനോജ് ഭജ്നാക്കറുടെ കൂടെ എൻട്രൻറ്റും കാതൽ എന്ന് പറയുന്ന സിനിമയാണ് വിജയ് അടുത്തതായി കമ്മിറ്റ് ചെയ്തത്. ചിത്രം ബോക്സ് ഓഫീസിൽ വീണ്ടും ദുരന്തമായി. കുറേ നാളുകൾക്ക് ശേഷം വിജയ് ഒരു ഫ്ലോപ്പ് ചിത്രം കമ്മിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ് എ ചന്ദ്രശേഖർ വീണ്ടും വിജയ് വെച്ചിട്ട് നെഞ്ചി നില എന്ന് പറയുന്ന ഒരു പടം ചെയ്തിരിക്കുന്നത്. ആ പടവും ഫ്ലോപ്പ് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു വിജയെ വെച്ചിട്ട് വിജയുടെ അച്ഛൻ ചെയ്ത അവസാനത്തെ പടം. അപ്പോൾ 92 തൊട്ട് 99 വരെ വിജയ് എങ്ങനെ ഈ ഫീൽഡിൽ നിന്നു എന്ന് പറഞ്ഞാൽ എപ്പോക്കിടെന്നുള്ള ആനുകൂല്യം വിജയ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു പടം ഫ്ലോപ്പ് ആകുമ്പോൾ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ വന്ന് പടം ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത് വിജയ് ഫീൽഡിൽ നിർത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നെഞ്ചി നില എന്ന ചിത്രത്തിന് ശേഷം ഡയറക്ടർ എസ് എ ചന്ദ്രശേഖർ ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000-ന്റെ തുടക്കത്തിൽ വിജയ് ഖുഷി എന്ന് പറയുന്ന ചിത്രം ചെയ്തിരിക്കുന്നത്. ചിത്രം വലിയ രീതിയിൽ ബ്ലോക്ക്ബസ്റ്ററായി. അന്യഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്യുകയുണ്ടായി. തെലുങ്കിലൊക്കെ പവൻ കല്യാൺ അഭിനയിച്ച ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാക്കുകയുണ്ടായി. ഖുഷി എന്ന ചിത്രത്തിന് ശേഷം വിജയ് റീമേക്ക് പടങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ട്സ്, ബദ്രി, യൂത്ത്, ഗില്ലി, പോക്കിരി, അങ്ങനെ 2000-ന്റെ തുടക്കം തൊട്ടുന്ന് 2011 വരെയും വിജയ് കൂടുതലും ചെയ്തിരുന്നത് റീമേക്ക് പടങ്ങളായിരുന്നു. 2003 തിരുമല എന്ന ചിത്രം വിജയ് കമ്മിറ്റ് ചെയ്യുന്നത്. ആ ചിത്രമായിരുന്നു വിജയ് റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരുന്നത്. അച്ഛൻ ഫീൽഡിൽ നിന്നും പോയതിന് ശേഷം പുള്ളി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് റീമേക്ക് ചിത്രങ്ങളായിരുന്നു. അതായത് തൻ്റെ ഒരു ചിത്രം ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ റീമേക്ക് പടങ്ങൾ എടുത്തിട്ട് പടം ഹിറ്റാക്കുകയായിരുന്നു വിജയുടെ ഹോബി. 2002 തമിഴിഞ്ഞെന്ന് പറയുന്ന ചിത്രം ഫ്ലോപ്പായി. തൊട്ടടുത്ത പടമായിട്ട് വിജയ് എടുത്തത് യൂത്ത്. ചിരി നവ്വടോ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ് വിജയ് ഇത് റീമേക്ക് ചെയ്ത് ഹിറ്റാക്കിയത്. തിരുമലയ്ക്ക് ശേഷം പുതിയ ഗീത, ഉദയ എന്നീ ചിത്രങ്ങൾ വിജയ് കമ്മിറ്റ് ചെയ്തു. രണ്ടും ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു. അതിനുശേഷമാണ് ഗില്ലിയിലൂടെ വിജയ് ഒരു വലിയൊരു കംബാക്ക് നടത്തിയിരിക്കുന്നത്. ഗില്ലി ഇൻഡസ്ട്രി ഹിറ്റായി. തമിഴ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ 50 കോടി ചിത്രം എന്ന ടാഗ് ലൈൻ ഗില്ലി നേടിയെടുത്തു. 2006 ആദി എന്ന ഫ്ലോപ്പ് ചിത്രത്തിന് ശേഷം 2007 തുടക്കത്തിൽ അഴകിയ തമിഴ് മകൻ ചെയ്ത് അതും ഫ്ലോപ്പ് ആവുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 മഹേഷ് ബാബു അഭിനയിച്ച തെലുങ്ക് വർഷം പോക്കിരിയുടെ റീമേക്ക് 2007 വിജയ് ഇറക്കി വിടുന്നത്. അതും വലിയൊരു വിജയമായി മാറുകയായിരുന്നു. പിന്നീട് 2009 വില്ലി, സുറ എന്നീ ചിത്രങ്ങൾ ബോംബായി. അതിനുശേഷം റീമേക്കായിട്ടുള്ള കാവലിലൂടെ വിജയ് ഒരു കംബാക്കിലേക്ക് എത്തുകയായിരുന്നു നടത്തിയിരിക്കുന്നത്. അതായത് ഒരു പടം ഫ്ലോപ്പ് ആകുമ്പോൾ വിജയ് റീമേക്കിലൂടെ കംബാക്ക് നടത്തിയിരിക്കുന്നു. 99 വരെ വിജയുടെ ഒരു പടം ഫ്ലോപ്പായാൽ സ്വന്തം അച്ഛൻ വന്ന് ഡയറക്റ്റ് ചെയ്ത് വീണ്ടും കംബാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രെൻഡ് അച്ഛൻ ഫീൽഡ് ഔട്ട് ആയതോടെ മാറിക്കിട്ടി. അതിനുശേഷം റീമേക്ക് പടങ്ങൾ ആശ്രയിച്ചായിരുന്നു വിജയുടെ കംബാക്കുകൾ വന്നുകൊണ്ടിരുന്നത്.